ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച 18-കാരന്റെ സംസ്കാര ചടങ്ങിന് എത്താൻ സാധിക്കാതെ കുവൈത്തിൽ കുടുങ്ങി മാതാവ്. മരിച്ച ഷാനറ്റ് ഷൈജുവിന്റെ മാതാവ് ജിനു കഴിഞ്ഞ ഒരു മാസമായി കുവൈത്തിലെ ജയിലിലാണ്. മലയാളി ഏജന്റ് ചതിച്ചതോടെയാണ് ജിനു ജയിലിലായത്. കേന്ദ്രമന്ത്രിമാർ അടക്കം ഇടപെട്ടിട്ടും നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. ഭാര്യ ഇവിടുന്ന് 2.5 മാസം മുമ്പ് ഇവിടുന്ന് പോയതാണ്. അവിടെ പോയിട്ട് ഇവിടുന്ന് ഒരു ഏജൻസിയാണ് പത്തനംതിട്ടുള്ള ഒരു ഏജൻസിയാണ് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കണമെന്ന് പറഞ്ഞാൽ പോയത്. 40,000 രൂപ ശമ്പളം പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട് മൊത്തം നോക്കേണ്ട ഇതവസ്ഥയായി. ഇവിടെ ചെറിയതാണ്, ഒരു 40 കിലോ ഉള്ളൂ. അപ്പോൾ ആ വീട് മൊത്തം നോക്കാൻ പറ്റത്തില്ലാതെ ഒരു മാസം അവിടെ ജോലി ചെയ്തു. ഇവർ ശമ്പളം കൊടുത്തത് ഇവിടുന്ന് 40,000 രൂപ പറഞ്ഞാണ് പോയത്. അവിടെ ചെന്നപ്പോൾ 27,000 രൂപയാണ് മൊത്തത്തിൽ കൊടുത്തത്. അങ്ങനെ അവിടുന്ന് ചാടിപ്പോയിട്ട് ഏജൻസി വന്നു. ഏജൻസിക്കാർ അവർ പറയുന്നു അവരവിടെ തന്നെ ഒരു 5 ദിവസം അവർ അവിടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പത്തനംതിട്ടുള്ള ഏജൻസിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചുമ്മാ ഇവിടെ കിടന്ന് ശാപ്പാട് വെച്ചിട്ട് കാര്യമില്ല, അടുത്ത വീട്ടിൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവൾ ചാടി ഈ മലയാളി അസോസിയേഷൻ അതിനകത്ത് ബന്ധപ്പെട്ടു. ഈ ഏജൻസി ഈ ഇന്ത്യൻ എംബസിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, എന്തൊരു ദുര്യോഗമാണ്. സ്വന്തം കുഞ്ഞിന്റെ മൃതദേഹം കാണാൻ അമ്മയ്ക്ക് വരാൻ സാധിക്കുന്നില്ല, അതും ഇത്തരത്തിലൊരു ചതിയിൽപ്പെട്ട് ജയിലിലാകുക. നമുക്കറിയാം അവിടുത്തെ നിയമങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. ഇനി എന്താണ് ചെയ്യാനാകുന്നതെന്നാണ്, അതിനുള്ള ഒരു സാധ്യത എന്താണ്? കൃഷ്ണ, തീർച്ചയായിട്ടും സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷാനറ്റ് ഷൈജുവും അതുപോലെ തന്നെ സുഹൃത്തും സഞ്ചരിച്ച ബൈക്ക് ഒരു ജീപ്പിലിടിച്ച് ഈ ഷാനറ്റ് ഷൈജു മരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം, 18 വയസ്സുകാരനാണ്, ആ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാതാവിനെ അവസാനമായി ഒരു നോക്ക് കാണിച്ചതിന് ശേഷം ആ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വീട്ടുകാർ, ആ കുടുംബം കാത്തിരിക്കുന്നത്. പക്ഷേ ഈ മാതാവിന് നാട്ടിലേക്ക് വരാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നില്ല. പലവിധ കാരണങ്ങളാൽ അതങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. 2.5 മാസം മുമ്പാണ് ജിനു, ഈ ഷാനറ്റിന്റെ മാതാവായിട്ടുള്ള ജിനു വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത്. വീട്ടുജോലിക്ക് വേണ്ടിയാണ് പോയത്. ആദ്യത്തെ ഒരു മാസം ജോലി ചെയ്തു. പിന്നീട് അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നതോടുകൂടി ആ വീട്ടിൽ നിന്ന് ജിനു ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഈ ജിനുവിനെ കൊണ്ടുപോയ ഏജൻസി ഉടമയും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ ഈ ജിനുവിനെ ചതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ ആദ്യം ജോലി ചെയ്തിരുന്ന വീട്ടിലെ ആളുകൾ പരാതി നൽകിയതോടെ ഈ ജിനുവിന് കഴിഞ്ഞ 1.5 മാസമായി ജയിലിൽ കഴിയേണ്ടി വന്നു. കുവൈറ്റ് CID കസ്റ്റഡിയിലായിരുന്നു ജിനു ഉണ്ടായിരുന്നത്. ഡിറ്റൻഷൻ സെന്ററിലേക്ക് അത് മാറ്റുകയും ചെയ്തു. പിന്നീട് ഈ കുവൈറ്റ് മലയാളികൾ ഇടപെട്ടുകൊണ്ട് ജിനുവിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ തന്നെ പത്തനംതിട്ട MP ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു. പക്ഷേ നാട്ടിലേക്ക് വരുന്നതിനൊരു തീരുമാനമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടും ഇങ്ങോട്ടേക്ക് ആളുകളെ കടത്തിവിടുന്നതിനുള്ള പാസ്, ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, ജയിലിൽ കഴിയുന്ന ആളുകളെ നാട്ടിലേക്ക് കയറ്റിവിടുന്നതിനുള്ള പാസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ പാസ്പോർട്ട് ഉൾപ്പെടെ ഈ ഏജൻസിക്കാർ, ഈ ജിനുവിനെ കൊണ്ടുപോയ ഏജൻസിക്കാർ അവിടെ പിടിച്ചുവെച്ചു. അങ്ങനെ പിടിച്ചുവെക്കാൻ യാതൊരു അനുവാദവും അധികാരവും ഇല്ലാത്തതാണ്. ആ പാസ്പോർട്ട് അവിടെ പിടിച്ചുവെച്ചു. പിന്നീട് ഈ കുവൈറ്റ് മലയാളികൾ ഇടപെട്ട് പുതിയൊരു പാസ്പോർട്ട് ഉൾപ്പെടെ, താൽക്കാലിക പാസ്പോർട്ട് ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ നാട്ടിലേക്ക് വരുന്നതിലുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. ശരി, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വെറും 2.5 മാസം മുമ്പാണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അമ്മ കുവൈത്തിലേക്ക് പോയത്. പക്ഷേ ചതിയിൽപ്പെട്ട് ജയിലിലായി. ഇപ്പോൾ മകന്റെ മൃതദേഹം കാണാനുള്ള അവസരം ഒരുങ്ങുന്നില്ല. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.